ഹലോ, ഞങ്ങളിന്ന് പോകുന്നത് ഷാർജയിലുള്ള അറേബ്യൻ വൈൽഡ് ലൈഫ് സെൻറ്ററിലാണ്. ഇതൊരു മിനി സൂ ആണ് കേട്ടോ. ഈ സമ്മർ വെക്കേഷനിൽ നമുക്ക് ഫാമിലി ആയിട്ട് ഇൻഡോർ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇത്. ഷാർജ എയർപോർട്ടൊക്കെ കഴിഞ്ഞാണ് കേട്ടോ ഇത് വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ടിക്കറ്റ് എടുക്കണം. പുറത്താണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ. അഡൽട്ട്സിന് 21 ദറംസും പിന്നെ കിഡ്സ് ബിലോ 12 ഇയേഴ്സിന് ടിക്കറ്റ് വേണ്ട കേട്ടോ. പിന്നെ ക്യാഷ് പേയ്മെൻ്റ് ആണ് കേട്ടോ ഇവിടെ വരുന്നത്. പിന്നെ നമ്മൾ അകത്തോട്ട് പോകുമ്പോൾ അവിടെ റിസപ്ഷനിൽ നമ്മൾ ഈ ടിക്കറ്റ് കാണിക്കണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ കയറി ചെല്ലുമ്പോൾ കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു ഏരിയ ആണ്. അവിടെ ഇങ്ങനെ ഒരു സ്ക്രീനിൽ അനിമൽസിനെയും ബേർഡ്സിനെയൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് റെപ്റ്റൈൽസിൻ്റെ ഏരിയ ആണ്. ഇവിടെ ഫുള്ള് മിഡിൽ ഈസ്റ്റിലുള്ള സ്നേക്സ് ആണ് കേട്ടോ കാണിക്കുന്നത്. നല്ല പോയ്സണുള്ള സ്നേക്കാണ്. എല്ലാ സ്നേക്കിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ ഇങ്ങനെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത്ര അടുത്ത് സ്നേക്കിനെ കാണുന്നത്. ഇവിടെ ഒരുപാട് വെറൈറ്റി സ്നേക്സ് ഉണ്ട്. ഇതൊക്കെ ഡെസേർട്ടിൽ മാത്രം കാണപ്പെടുന്ന സ്നേക്കാണ് കേട്ടോ. ഈ ഒരു സ്നേക്കിൻ്റെ തലയുടെ ആ ഒരു ഭാഗത്തായിട്ട് 2 കൊമ്പുണ്ട് കേട്ടോ. സത്യത്തിൽ നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആ ഒരു കൊമ്പ് കാരണമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ബാക്കി അതിൻ്റെ ബോഡിയൊക്കെ ഇങ്ങനെ മണ്ണിൽ പൊതിഞ്ഞടക്കാണ് കേട്ടോ. ഓരോ സ്നേക്കിൻ്റെയും അതിൻ്റെയൊക്കെ ബിഹേവിയറും ഹാബിറ്റും അനുസരിച്ചാണ് കേട്ടോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതൊക്കെ വൈപ്പറാണ്. ഇതൊരു വൈറ്റ് പോലൊരു കളറാണ് കേട്ടോ. അതിൻ്റെ തന്നെ ഒരു ബ്രൗൺ ഗ്രേ പോലെ ഒരു കളറാണ് കേട്ടോ അടുത്തതായിട്ട് വരുന്നത്.
ഇതൊരു ലിസാർഡാണ് കേട്ടോ. ഇതൊക്കെ അറേബ്യൻ കൺട്രീസിൽ കാണപ്പെടുന്ന ലിസാർഡ്സ് ആണ്. ഇത് അറേബ്യൻ കോബ്രലാണ് കേട്ടോ. നല്ല ലെന്ത് ഉണ്ട് കേട്ടോ ഈ ഒരു സ്നേക്കിന്. ഇതിൻ്റെ എല്ലാം സൈഡിലായിട്ട് ഇതിൻ്റെ ഹാബിറ്റും പിന്നെ ബിഹേവിയറും പിന്നെ പോയ്സൺ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ എല്ലാ ഡിസ്ക്രിപ്ഷനിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ പേരും എല്ലാം വായിച്ച് മനസ്സിലാക്കാം. എവിടെയാണ് ഇതുള്ളത്, ഏത് കൺട്രിയിലാണുള്ളത് എന്നൊക്കെ നമുക്കിത് മനസ്സിലാവും കേട്ടോ നോക്കുമ്പോൾ. അങ്ങനെ ഒത്തിരി വെറൈറ്റി സ്നേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അടുത്തതായിട്ട് ലിസാർഡ്സിൻ്റെ ഏരിയ ആണ്. ഇത് കാമേലിയൻ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിൻ്റെ സൈഡ് ഫുള്ള് ഗ്രീൻ കളർ ആയതുകൊണ്ട് തന്നെ ഇത് നല്ല ഗ്രീനായിട്ടിരിക്കുകയാണ്. ഇത് വേഗം നിറം മാറുന്ന ഒന്നാണ് കേട്ടോ. ഇത് കുറച്ച് നല്ല തടിയുള്ള ഒരു സ്നേക്കാണ്. പക്ഷേ ഇതിന് ലെന്ത് കുറവാണ് കേട്ടോ. ഇതിൻ്റെ ബോഡിയൊക്കെ നല്ല മുള്ള് പോലെ ഇങ്ങനെ നമുക്ക് അടുത്ത് സൂം ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. മുള്ളാണെന്നറിയില്ല, എന്നാലും റഫായിട്ടുള്ള ഒരു ബോഡിയാണ് കേട്ടോ ഇതിൻ്റെ സ്കിന്നൊക്കെ വരുന്നത്. ഇത് 2 സ്നേക്കുകൾ ചേർന്ന് കിടക്കുന്നതാണ്. ഞാൻ കരുതി ഇത് ഒന്നാണെന്നും, പക്ഷെ 2 എണ്ണമാണ് കേട്ടോ. നേരത്തെ കണ്ട സെയിം തന്നെയാണ്. നല്ല തടിയുണ്ട്, പക്ഷെ ലെന്ത് കുറവാണ്. ഇതൊക്കെ ലിസാർഡ്സ് ആണ്. ഒത്തിരി വെറൈറ്റി ലിസാർഡ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ അറേബ്യൻ കൺട്രിയിൽ കാണപ്പെടുന്ന ലിസാർഡ്സ് ആണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ബിഹേവിയറും നെയിമും ക്യാരക്ടറും ഒക്കെ ഇങ്ങനെ ഇതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അടുത്തത് ഇതൊരു ലിസാർഡാണ് കേട്ടോ. ഇത് അറേബ്യൻ സാൻഡ് ഫിഷ് എന്നാണ് ഇതിനെ പറയുന്നത്. ഒറ്റ നോട്ടത്തിൽ കണ്ട ഒരു ഫിഷിനെ പോലെയും പിന്നെ ഒരു സ്നേക്കിനെ പോലെയൊക്കെയാണ് കേട്ടോ തോന്നുന്നത്. അടുത്തതായിട്ട് ആംഫിബിയൻസും അതുപോലെ തന്നെ ഫിഷും ആണ് കേട്ടോ. ഇവിടെ ഒത്തിരി വെറൈറ്റി ഫിഷും ഫ്രോഗും പിന്നെ ടോട്ടിൽസും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുട്ടികളായിട്ട് വരികയാണെങ്കിൽ അവർക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ. ഇതിവിടെ മണ്ണിലൊക്കെ കാണപ്പെടുന്ന പോലത്തെ വണ്ടുകളാണ്. ഞങ്ങളുടെ വില്ലയിൽ ഇതിൻ്റെ ഒരു വേറെ ടൈപ്പ് വണ്ടുകൾ വരാറുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കാണുന്നത് ലാർവയും പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്ന പോലത്തെ ചീവിട്, ഗ്രാസ് ഹോപ്പർ അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു സ്കോർപ്പിയോൺസ് ആണ് കേട്ടോ. ഇതൊരു ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ പോലൊരു കളറായിട്ടാണ് കേട്ടോ കാണുന്നത്. പക്ഷേ ഞാൻ ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ നല്ല ബ്ലാക്ക് ആയിട്ടാണ് കേട്ടോ കാണുന്നത്. ഒത്തിരി വലിയ സ്കോർപ്പിയോണാണ് കേട്ടോ ഇത്.
ഇത് വേറൊരു ടൈപ്പ് സ്കോർപ്പിയോൺ ആണ്. പക്ഷേ ഇതിനെ കണ്ടാൽ നമ്മുടെ ചിലന്തിയൊക്കെ ഇല്ലേ അതുപോലെ ഇരിക്കും കേട്ടോ. പിന്നെ ഉള്ളിൽ കയറി ഇരിക്കുന്ന കാരണം നമുക്കതിനെ ഫുള്ളായിട്ട് കാണാൻ പറ്റിയില്ല. ഇനി നമ്മൾ പോകുന്നത് ബേർഡ്സിൻ്റെ ഒരു ഏരിയയിലാണ് കേട്ടോ. ഇൻഡോർ ആണെങ്കിലും ഒരു ഔട്ട്ഡോർ ഫീൽ തരുന്ന രീതിയിലാണ് കേട്ടോ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പുറത്തുനിന്നുള്ള സൺലൈറ്റ് അകത്ത് കിട്ടുന്ന രീതിയിലാണ് കേട്ടോ ഒരു റൂഫ് ചെയ്തേക്കുന്നത്. ഫുള്ള് ഗ്ലാസ് കൊണ്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തേക്കുന്നത് ഡെസേർട്ട്സിൻ്റെയൊക്കെ പിക്ചർ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇൻഡോർ ആണെങ്കിലും ഒരു ഔട്ട്ഡോറിലെ ഒരു ഫീലാണ് കേട്ടോ കിട്ടുന്നത്. പിന്നെ പക്ഷികളൊക്കെ നമുക്ക് ചുറ്റും ഇങ്ങനെ പറന്ന് പോകുന്നുണ്ട്. ഇതാ ഒരു ഫ്ലമിംഗോനെ കണ്ടു കേട്ടോ. അതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവരിങ്ങനെ ചെറിയ രീതിയിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള അരുവികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു റിയൽ ഫീൽ കിട്ടും. കുറച്ച് വെറൈറ്റി പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൽ പലതും ഞാനിവിടെ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ വില്ലയിലൊക്കെ ചില പക്ഷികളൊക്കെ വന്നിരിക്കാറുണ്ട് കേട്ടോ. ഈ ഒരു ടൈപ്പ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു ഏരിയ ആണ്. അടുത്തത് നമ്മുടെ വവ്വാലുകളാണ് കേട്ടോ. അതിങ്ങനെ ഇരുട്ടത്ത് ഇങ്ങനെ ഓടിക്കളിക്കുകയാണ്. ലൈറ്റ് അടിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാം കൂടെ ഇങ്ങനെ പറന്നു പോവുകയാണ്. ഇത് കാട്ടുപൂച്ചയാണ്. ഒന്നിനെ ഞാൻ കണ്ടോളൂ കേട്ടോ. അതിങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. അതിൻ്റെ ബാക്കിലോട്ടൊക്കെ അതിനിങ്ങനെ നിൽക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ടൈപ്പ് പൂച്ചയാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ ഇതെല്ലാം നൈറ്റ് താമസിക്കുന്ന
അനിമൽസ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് അവരിങ്ങനെ ഇരുട്ടാക്കി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് കീരിയാണ് കേട്ടോ, മംഗൂസ്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെക്കാളും കുറച്ചും കൂടെ വേറൊരു ടൈപ്പാണ് കേട്ടോ ഇത് കാണാനായിട്ട്. പിന്നെ ഇതൊരു കുഞ്ഞ് ഫോക്സ് ആണ് കേട്ടോ, ഒരു വൈറ്റ് പോലൊരു കളറാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. അതിങ്ങനെ നമ്മൾ കണ്ട് എന്നാലും ഇങ്ങനെ ഓടി കളിക്കുകയാണ് കേട്ടോ അത്. ഇതൊക്കെ അറേബ്യൻ ഫോക്സുകളാണ്. പക്ഷേ ഇത് അങ്ങോട്ട് ഓടി പോകുന്നത് കൊണ്ട് നമുക്ക് നല്ലവണ്ണം കാണാൻ പറ്റുന്നില്ല. ഇത് മുള്ളമ്മന്നിയാണ് കേട്ടോ. അതിങ്ങനെ അവിടെ കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉച്ചയൊക്കെ ആയിട്ടുണ്ട്, അതാണെന്ന് തോന്നുന്നില്ല, റെസ്റ്റ് എടുക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഒരുപാട് എലികളുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഫുഡും പിന്നെ അതിനൊരു വീട് പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വൈറ്റ് കളറിലുള്ള എലിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിനെ കാണാനായിട്ട്. ഒത്തിരി എലിയുണ്ട് കേട്ടോ വൈറ്റ് കളറായിട്ടുള്ള. അടുത്തത് വൾച്ചറിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ. എല്ലാം ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ ഗ്ലാസിൻ്റെ അടുത്ത് നിൽക്കുകയാണ്.
അടുത്തത് കാണുന്നത് ഇതൊരു ഓപ്പൺ സ്പേസ് ആണ്. ഇവിടെ ഇങ്ങനെ ഒത്തിരി മാനുകളുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫുള്ളായിട്ട് ഇങ്ങനെ ഗ്ലാസ് ഇട്ടേക്കാണ്. നമുക്ക് ഈ ഗ്ലാസിൻ്റെ അകത്തു നിന്നാണ് കേട്ടോ കാണുന്നത്. ഇതിൻ്റെ ഇപ്പുറത്ത് നമുക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള സ്പേസാണ്. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം നമുക്ക് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ മാനിനെയും ഇതിനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഫുഡൊക്കെ അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇവിടെ ഇങ്ങനെ ചെറിയ അരുവികളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മലകളും കുന്നുകളും ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ മാനുകൾക്കൊക്കെ അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറിയിരിക്കാം. കുറേ മാനുകളുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കുറച്ച് ദൂരമായിട്ടാണ് കേട്ടോ കാണുന്നത്. പിന്നെ പുറത്തിപ്പോൾ നല്ല ചൂടാണ്, അതുകൊണ്ട് തന്നെ ഇതൊക്കെ അങ്ങ് അകത്തോട്ട് കയറിയിരിക്കുകയാണ്. ഈ ഒരു സമ്മറിൽ നമുക്ക് ചൂടൊന്നും കൊള്ളാതെ തന്നെ നല്ല രീതിയിൽ കുറച്ച് അനിമൽസിനെയും ഇതുപോലെ റെപ്റ്റൈൽസിനെയൊക്കെ കാണാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ടിക്കറ്റ് വളരെയധികം ചാർജൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു റേറ്റിന് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പേസാണ് കേട്ടോ ഇത്. അടുത്തത് മങ്കികളാണ്. എല്ലാം ഇങ്ങനെ കിടന്നുറങ്ങുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നല്ല ചൂടാണ് പുറത്ത്. അപ്പോൾ കുറച്ച് തണലുള്ള സ്ഥലത്ത് വന്നത് കിടന്നുറങ്ങുകയാണ് കേട്ടോ. പിന്നെ അവിടെ ഒരു വൂൾഫ് കിടക്കുന്നുണ്ട്. അതും ഉച്ചയായതുകൊണ്ടാണ്. ഇപ്പോൾ സമയം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാം ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. പിന്നെ ചീറ്റ ഉണ്ടായിരുന്നു, പിന്നെ ലെപ്പാർഡ് ഉണ്ടായിരുന്നു. ഇതും എല്ലാം ഇപ്പോൾ ഉറങ്ങുന്ന സമയമാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് നല്ലോണം അത് എണീറ്റ് നിൽക്കുന്നതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.